എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് വളരെ പോപ്പുലറായിട്ടുള്ളതും എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഫിഷ് മോളിയാണ് കാണിക്കുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻസായിട്ട് പോസ്റ്റ് ചെയ്യാം. കിങ് ഫിഷ് കൊണ്ട് എങ്ങനെ നല്ല സ്വയംഭൻ ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കിങ് ഫിഷ് അത് ബോൺലെസ് ആയിട്ട് ഞാനിങ്ങനെ കഴുകി നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അത് പുളിയൊക്കെ ഇട്ട് കഴുകിയതാണ്, നല്ല കുടംപുളി വെള്ളത്തിനകത്തൊക്കെ ഇട്ട് കഴുകിയതാണ്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതിലേക്ക് നാരങ്ങ നീര്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ മീനൊന്ന് ഓരോന്നും ഒന്ന് പുരട്ടി വയ്ക്കാം. ഒരുപാട് മസാല വേണ്ട, ചെറുതായിട്ടൊരു ഫ്ലേവർ മതി. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഫിഷ് ഒരു അരമണിക്കൂർ തൊട്ട് 2 മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലതാണ്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സ്പൈസ്. പിന്നെ അല്പം പച്ചമുളകും. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ വറുത്തെടുക്കുകയും ചെയ്യാം. ഇത്തിരി ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് അല്പം ഉലുവ ഇടാം. ആ ഉലുവ പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചുമന്നുള്ളി ഇടാം. ഫൈനായിട്ട് അരിഞ്ഞ് പച്ചമുളക്. ഉള്ളി ഒന്ന് വഴലണം. ഉള്ളി പകുതി വഴലുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിടണം. അതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ക്രഷ് ചെയ്ത് വെളുത്തുള്ളി. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ട് വഴലണം. അത് ചേരണമല്ലോ, അല്ലാതെ ഉള്ളി വേറെ ആയിട്ടും ചാറ് വേറെ ആയിട്ടും കിടന്നാൽ കറിക്ക് കൊഴുപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ വഴറ്റുന്നത്. അപ്പം നമുക്ക് ഉള്ളി വഴലുമ്പോഴത്തേന് നമുക്ക് മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചാൽ മതി. ഷാലോ ഫ്രൈ ചെയ്യാനായിട്ടാണ്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫിഷിനെയും തേങ്ങാപ്പാലിനകത്തും മസാലയ്ക്കകത്തും കിടന്ന് വേകാനുള്ളതാണ്. അതുകൊണ്ടൊരു ഒരുപാടങ്ങ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു ഹാഫ് കുക്ക്ഡായിട്ട് കിട്ടിയാൽ മതി നമുക്ക്. അങ്ങനെ ഇതെല്ലാം തിരിച്ചിട്ട് 2 സൈഡും ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളി ഏതാണ്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞളിട്ടു. ഉള്ളി കരിഞ്ഞു പോകാനേ പാടില്ല, കാര്യം അതിൻ്റെ കളറ് പ്രധാനമാണ്. അതുപോലെ തന്നെ പെപ്പർ പൗഡർ ഇട്ടു. ഇത് നമ്മുടെ എരി അനുസരിച്ചിടാം. പാലുകറിയാണെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2ാം പാൽ ഒഴിക്കണം, അഥവാ തിൻ കോക്കനട്ട് മിൽക്ക്. എന്നിട്ട് ഇതൊന്ന് തിളച്ചോട്ടെ. ആ സമയം നമ്മുടെ ഫിഷ് ഇപ്പം 2 സൈഡും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി, ഒരുപാട് മൂപ്പിക്കണം. ഇച്ചിരി സോഫ്റ്റായിട്ട് കിടക്കുന്നത് നല്ലത്. അപ്പോൾ ഇത് ഞാനങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഇനി തിളയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഇടാനുള്ളതാണ്. ഇതിപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തക്കാളിക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. പിന്നെ മല്ലിയില, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അത് പൊടിക്കാതെ അങ്ങ് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനിയും ചട്ടിയിൽ സ്പൂൺ ഇട്ട് ഇളക്കരുത്. നമ്മൾ തീ കുറച്ചതിന് ശേഷം ചട്ടി ഒന്ന് ഇങ്ങനെ സ്വേൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചുറ്റിച്ചാൽ മതി, അല്ലാതെ സ്പൂൺ ഇട്ട് ഇളക്കാൻ പാടില്ല. ഇനി ചെറിയ തീയിൽ ഇതൊന്ന് വേകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചട്ടി ചുറ്റിക്കാം. ചെറിയ തീയിൽ അതൊന്ന് വേകട്ടെ. അപ്പോൾ മീനിൻ്റെ ബാക്കി ഭാഗം കൂടെ കറക്റ്റായിട്ട് വെന്തോളും, മസാലയെല്ലാം അതിൽ പിടിക്കുകയും ചെയ്യും. ചാറിന് ഉപ്പ്, അതുപോലെ തന്നെ എരി പോരായെങ്കിൽ, കാര്യം ഇനി നമുക്ക് 1ാം പാലും കൂടെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ എരി പോരെങ്കിൽ ഇപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇടാം. നമുക്ക് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ചട്ടി ഒന്ന് എടുത്ത് ഇങ്ങനെ പെതുക്കെ സ്വേൾ ചെയ്യാവൂ. മീൻ കഷ്ണം ഇളക്കാൻ പാടില്ല, അത് പൊട്ടിപ്പോവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇത് ബ്രെഡിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ പോകുന്ന റെസിപ്പിയാണ്. ഇതിങ്ങനെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് തീ ഒന്നുകൂടെ ഒന്ന് കുറച്ചതിന് ശേഷം 1ാം പാൽ ചേർക്കാം. 1ാം പാൽ ചേർക്കുമ്പം തീ വളരെ കുറച്ച് വയ്ക്കണം. അതിനുശേഷം വീണ്ടും ആ ചട്ടി എടുത്ത് മെല്ലെ ഒന്ന് ഇങ്ങനെ ഇളക്കി ആ തേങ്ങാപ്പാൽ മിക്സ് ചെയ്യാനായിട്ട്. അത് അങ്ങനെ പരിചയമില്ലെങ്കിൽ സ്പാറ്റില കൊണ്ട് വളരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിനുശേഷം നമുക്കതിലേക്ക് ഈ തക്കാളിക്കായ ഇടന്ന് വെച്ച് കൊടുക്കാം. ഇത് ഇനി വേകേണ്ട ആവശ്യമില്ല, നന്നായിട്ടങ്ങ് വേകണ്ട. പിന്നെ നമുക്ക് കറിവേപ്പില ഇടാം. അപ്പോൾ അതിന് നമുക്ക് ഒരല്പം കടുക് കൂടെ ഒന്ന് പൊട്ടിച്ചിടാം. തീ ഓഫ് ചെയ്യുകയാണ്. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്, അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുന്നതിന് നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. കറിവേപ്പില ഇടണം. അതിലേക്ക് ഒരു 2-3 ചെറിയ ചുമന്ന മുളക്. ഇതോടെ നമ്മുടെ
കടുക് വറക്കുന്ന ഭാഗവും കഴിഞ്ഞു. അത് നമുക്കിനി കറിയിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. കലക്കൻ ഫിഷ് മോള് റെഡിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ഈസി അല്ലേ? അപ്പം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.